അതായത് ഈ ഹെവി വർക്കേഴ്സ് ഉപയോഗിക്കണതാണ്, ഇലക്ട്രിക്കലി ഹെവി വർക്കേഴ്സ് ഉപയോഗിക്കുന്ന ഗ്ലൗസാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇത് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലാണ് ടച്ച് വരിക. അപ്പോൾ ടച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 80% നമുക്കിതിനെ എങ്ങനെയെങ്കിലും നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും ഈ ഗ്ലൗസിലെ സ്ഥിതിക്ക്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ, ഇത് വൈശാഖയുടെ ഇത് കാണില്ലേ, വൈശാഖയുടെ കേട്ടോ ഈ ബോർഡ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഇറങ്ങിയ ബോർഡ്, ബോർഡ്. പിന്നെ അതിന് ശേഷമാണ് കുറേ സിമെൻറ്റ് കമ്പനിക്കാരൊക്കെ ഇവിടെ കൊടുത്ത് കുറേ ബോർഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഉള്ളത് മണ്ണാർക്കാട് സൈറ്റിലാണ്. ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഇൻഷുബോർഡിൻ്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച ഉൾഭാഗമൊക്കെ ഞങ്ങൾ സീൽ ചെയ്തൊക്കെ സെറ്റാക്കി. ഒരാഴ്ച ഡിലേ വന്നു പറഞ്ഞാൽ പനി പിടിച്ചിട്ട് ഒരാഴ്ച ഡിലേ വന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഉൾഭാഗം ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരു 3-4 ദിവസം കൊണ്ട് ഉള്ളിലെ സീലിങ്ങൊക്കെ ഞങ്ങൾ ഫിനിഷിങ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഔട്ട് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഔട്ട് സൈഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അതിൻ്റെ ഇടയിൽ പനി പിടിച്ചിട്ട് ഒരാഴ്ച ഡിലേ വന്നു ഇവിടുത്തെ വർക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഔട്ട് സൈഡാണ്. ഇൻസൈഡത്തെ വർക്ക് നമ്മൾ തീർത്ത കാരണം പിന്നെ നമ്മളൊരാഴ്ച ലീവായി. അതുകൊണ്ട് പിന്നെ ഉൾഭാഗങ്ങൾ തീർത്ത കാരണം വലിയ പ്രശ്നം വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് വലിയ ചീത്തൊന്നും കേട്ടില്ല. അപ്പോൾ ഇനി ഔട്ട് സൈഡാണ്. ഔട്ട് സൈഡ് കുറച്ച് റിസ്ക് ഉള്ള ഏരിയ. ഞങ്ങളെ വർക്കിൽ ഏറ്റവും ഡേഞ്ചർ പിടിച്ച ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളിവിടെ സീലിംഗ് ചെയ്യുന്നത്. അതിവിടെ വി ബോർഡാണ് ചെയ്യുന്നത്. ഔട്ട് സൈഡ് ഫുള്ള് വി ബോർഡാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ഡേഞ്ചർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ഇലക്ട്രിക്കൽ പോയിൻ്റ് ഉണ്ട്. ഈ സൈഡ് ഇലക്ട്രിക് പോയിൻ്റ് നമ്മളെ പൈപ്പ് വരുന്നത് 20 അടി, ഇലക്ട്രിക് പോയിൻ്റ് നിൽക്കുന്നത് ഒരു 15 അടി താഴ്ചയിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5-2 മീറ്ററാണ് ഇപ്പോൾ ഈ വീടും ഈ ഇലക്ട്രിക് പോയിൻറ്റും കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്ര കാലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് 20 അടി പൈപ്പൊക്കെ പൊന്തിക്കണ സമയത്ത് 15 അടിയാണ് ഇലക്ട്രിക് പോയിൻ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്സിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ഈ ലൈനുമ്മ ടച്ച് ആവും. കാരണം ഇത് ഇരുമ്പ് പൈപ്പാണ്. ഈ ഇരുമ്പ് പൈപ്പ് ഇട്ടാണ് നമ്മൾ ഈ ഉയരം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തന്നെ. ഒരു 30 അടി നീളമുണ്ടാവും. ഈ 30 അടി നീളത്തിൽ നമ്മൾ ഈ പൈപ്പ് സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ ഈ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളിത് പിടിച്ച് നോക്കിയപ്പോൾ നമുക്കൊരു പേടി തോന്നി. കാരണം വെച്ചാൽ ഈ ഇലക്ട്രിക് പോയിൻ്റ് പൈപ്പും കൂടെ ഭയങ്കര അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഗ്ലൗസൊക്കെ വാങ്ങിയിട്ടാണ്, അതായത് ഈ ഇലക്ട്രിക് പോയിൻറ്റിന്, അതായത് ഇലക്ട്രീഷ്യന്മാർ, അതായത് ഈ ഹെവി വർക്കേഴ്സ് ഉപയോഗിക്കുന്നതാണ്, ഇലക്ട്രിക്കലി ഹെവി വർക്കേഴ്സ് ഉപയോഗിക്കുന്ന ഗ്ലൗസാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇത് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഈ ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലാണ് ടച്ച് വരിക. അപ്പോൾ ടച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 80% നമുക്കിതിനെ എങ്ങനെയെങ്കിലും നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും ഈ ഗ്ലൗസിലെ സ്ഥിതിക്ക്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ കണ്ടോ, ഈ വീടും ഈ ലൈനും പാടെ അടുത്തടുത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വി ബോർഡ് അടിക്കണം, അതേപോലെ ആ സൈഡും വി ബോർഡ് അടിക്കുന്നത് വരുന്നുണ്ട്. അത് വി ബോർഡ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫൈബർ സിമെൻറ്റ് ബോർഡാണല്ലോ വി ബോർഡ്. അപ്പോൾ നമുക്ക് ഈ പുട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഫില്ലിംഗ് ആവും. ഫില്ലിംഗ് പറഞ്ഞാൽ വലിച്ചെടുക്കും. അതോ ഇതിൻ്റെ ഊത്താലി അതേപോലെ മഴച്ചാറിലൊക്കെ ചിലപ്പോൾ അടിക്കാൻ സാധ്യത കൂടുതലാണ് ഈ എറയുടെ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇൻഷു ബോർഡൊക്കെ ഔട്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുട്ടി കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. ഇൻഷു ബോർഡ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ, പക്ഷേ ഈ പുട്ടി ചിലപ്പോൾ പോരാൻ സാധ്യത കൂടുതലാണ്. അതായത് സ്മൂത്ത് ബോർഡാണല്ലോ, അത് വലിച്ചെടുക്കില്ല ഈ പുട്ടി പെയിൻ്റൊന്നും. അതുകൊണ്ട് നമ്മളിത് വി ബോർഡാണ് ആക്കുന്നത്. ഇവിടെ നമ്മൾ ചെരിച്ചിട്ട് ഒരു ചെറിയൊരു ചെരുവിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടോ, നമ്മളിവിടെ ഹെവി ആക്കിയിട്ട് നമ്മളിവിടെ ഉയരം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഉയരത്ത് പണിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ഇടുമ്പോൾ ഉയരം സമയത്തൊക്കെ കറക്റ്റായിട്ട് ഇടണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഇളകി വീണ് കഴിഞ്ഞാൽ നേരെ ഇലക്ട്രിക് പോയിൻ്റാണ്. അവിടെ നമുക്ക് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗത്തൊന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആ സൈഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സൈഡ് വി ബോർഡാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്, അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ആ സൈഡ് ഈ സൈഡ് പിന്നെ ഈ
ഭാഗം ഇതുണ്ടോ, ഈ ഭാഗമൊക്കെ നമ്മൾ വി ബോർഡ് ചെയ്യണം. ഇവിടുത്തെ ഒരു എല്ലാ ആംഗിളിൽ വരുന്നുണ്ട് എൽ ടൈപ്പ്. പിന്നെ വി ബോർഡ് ഇൻഷു ബോർഡിൻ്റെ അടി കഴിഞ്ഞാൽ കേട്ടോ. ഇത് വൈശാഖടത് കാണില്ലേ, വൈശാഖട കേട്ടോ ഈ വി ബോർഡ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഇറങ്ങിയ ബോർഡ് വി ബോർഡ്. പിന്നെ അതിന് ശേഷമാണ് കുറേ സിമെൻറ്റ് കമ്പനിക്കാരൊക്കെ ഇവിടെ കൊടുത്തിട്ട് കുറേ ബോർഡ് ഇറക്കിയിട്ടുണ്ട്. ഈ സിമെൻറ്റ് ബോർഡ് ഇത് ഫസ്റ്റ് ഇറങ്ങിയ ബോർഡ് വൈശാഖട. ഇത് കാണാണ്ടോ, ഇത് ഈ എഴുതിയത് കാണാണ്ടോ? ഇതാണ് ഫസ്റ്റ് ഇറങ്ങിയ ബോർഡ്. ഇതാണ് ശരിക്കും ഒറിജിനൽ വി ബോർഡ്. മറ്റൊക്കെ സിമെൻറ്റ് ബോർഡാണ്, പ്ലെയിൻ ഷീറ്റാണെന്ന് മാത്രം.